ഹലോ ഗൈസ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഭംഗിയായിട്ട് നിൽക്കുന്ന ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് അക്കാലിഫ വിൽക്കേഷ്യാന എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് സാധാരണയായിട്ട് കോപ്പർ ലീഫ് എന്നും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ജംഗിൾ ഫയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. മലയാളത്തിൽ ഇതിനെ കുപ്പമേനി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ കുപ്പമേനി എന്നത് മറ്റൊരു സസ്യമാണ്. ഈ സസ്യം അലങ്കാര സസ്യമായിട്ടാണ് കൂടുതലും വീടുകളിലൊക്കെ വളർത്തി വരുന്നത്. ഇതിനെ ജേക്കബ് സ്കോട്ട് എന്നും വിളിപ്പേരുണ്ട്. ഇലകളിൽ ചെമ്പ് നിറത്തിലും അതുപോലെ ചെമ്പ് കലർന്ന പച്ച നിറത്തിലും കടും പച്ച നിറത്തിലും ഒക്കെ കാണപ്പെടുന്ന ഇലച്ചെടിയായ ഇത് അക്കാലിഫ എന്ന ജനുസിൽ ഉൾപ്പെടുന്നതാണ്. ഇക്കൂട്ടത്തിൽ ഇലകളുടെ ആകൃതിയിലും നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ ഇതിനെ അക്കാലിഫ വിൽക്കിസിയാന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ പസഫിക് പ്രദേശങ്ങളായ ഫിജി ഉൾപ്പെടെയുള്ള ദ്വീപ് സമൂഹങ്ങളാണ് ജന്മദേശമെന്ന് കരുതപ്പെടുന്ന ഈ സസ്യം ഉഷ്ണ മിതോഷ്ണ മേഖലകളിൽ നന്നായി വളരുന്നു. സൂര്യപ്രകാശം അധികം ആവശ്യമില്ലാത്ത ഇവയുടെ ഇലകൾക്ക് മികച്ച നിറം ഉണ്ടാകാൻ തെളിഞ്ഞ പ്രകാശം അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു പാർട്ടീഷൻ പോലെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ലെമൺ യെല്ലോ, പല ടൈപ്പിലുണ്ട് ഈ ഒരു ചെടി. എങ്കിലും ഇത് ലെമൺ യെല്ലോ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഒരു ചെടി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഒരു പ്രത്യേക ടൈപ്പ് ഇലയൊക്കെയാണ് ഇതിന്. അപ്പോൾ ഇതിന് വെറൈറ്റി ആയിട്ടുള്ള പേരൊക്കെയല്ലേ ഗൈസ്, ജംഗിൾ ഫയർ, അതുപോലെ തന്നെ കോപ്പർ ലീഫ്, ജേക്കബ് സ്കോട്ട് എന്നൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇലൻ്റെ ഷേപ്പ് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ ഒരു പേര് വന്നിട്ടുണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെട്ട